هنيئا لكم هذا الاجتماع. എല്ലാ സന്തോഷങ്ങളും ഈ സംഗമത്തിന്. وما يحفكم من جود المهيمن وعطاياه الوساع. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളും അവൻ്റെ ദാനങ്ങളും നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. ثلة من أمة سيدنا محمد خير الأمم. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ ഒരു വിഭാഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് ഉമ്മത്തുകളിൽ ഏറ്റവും ഖൈറായത്. اجتمعتم على تعليمه وهديه وما أرشدكم إليه من الاجتماع على ذكر الإله الحق جل جلاله. ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ സഭയിൽ നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. في ليلة الجمعة വെള്ളിയാഴ്ച രാവിൽ التي ينادي المنادي فيها من الغروب إلى طلوع الفجر كمثل ليالي رمضان، من الغروب إلى طلوع الفجر. وفي غير ليالي رمضان وغير ليلة الجمعة حين يبقى ثلث الليل الأخير ومنادي ربكم ينادي: هل من تائب فأتوب عليه، هل من مستغفر فأغفر له، هل من طالب حاجة فأقضي حاجته، هل من مبتلى فأعافيه. വളരെ പരിശുദ്ധമായ ഒരു രാവാണിത്. ഇത് പരിശുദ്ധമായ റമദാനിലെ രാവിനോട് സമാനമാണ്. ഇന്നത്തെ അസ്തമാനം മുതൽക്ക് ഫജ്റു സാദിഖ് വരെ, സുബഹി വരെയുള്ള സമയം ഏറ്റവും പവിത്രമാണ്. അതിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗത്തിൽ ആകാശഗംഗയിൽ നിന്ന് ഏറ്റവും വലിയ വിളിനാദം വരുന്നു. അള്ളാഹു ഏൽപ്പിച്ച മലായിക്കത്തുകൾ മുഖേന. ആരാണ് എന്നോട് മാപ്പിനപേക്ഷിക്കാൻ? ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ്. ആരാണ് എന്നോട് വിഷയങ്ങൾ ആവശ്യപ്പെടാൻ? ഞാൻ അവർക്ക് അവരുടെ വിഷയങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എന്ത് ആവശ്യങ്ങളും എന്നോട് ചോദിച്ചോളൂ, ഞാൻ സജ്ജമാണ് എന്ന് അല്ലാഹു തആല മലായിക്കത്തുകളെ വിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഈ രാവ്. فأنتم تحت هذا النداء العظيم وما يحفكم من الملائكة حلقة فوق حلقة إلى السماء. നിങ്ങൾ ഈ ഒരു വെളിനാദത്തിൻ്റെ ചോട്ടിലാണ്, അതിൻ്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ ഉള്ളത്. നിങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്നത് കോടാനക്കോടി മലായിക്കത്തുകളാണ്. ما هذا إلا توفيق الله. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു തൗഫീഖ് തന്നെയാണ്. وما هذه إلا عناية الله. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പരിഗണന മാത്രമാണ്. وآثار رسول الله سيدنا محمد في أمته. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ, അവിടുത്തെ ഫലങ്ങൾ ഈ ഉമ്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണിത്. وهو القائل كما روى الإمام مسلم في صحيحه: لا يقعد قوم يذكرون الله تعالى إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെയുള്ള ദിക്റിന്റെ സദസ്സുകളിൽ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നു. അവരുടെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അവരുടെ ഭാഗത്തിൽ നിന്ന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഇവരെ വലയം ചെയ്തുകൊണ്ട് നിൽക്കുന്നു ഈ മലായിക്കത്തുകൾ. وجاء عند الطبراني وغيره بسند حسن: لا يقعد قوم يذكرون الله تعالى لا يريدون بذلك إلا وجهه إلا ناداهم مناد من السماء أن قوموا مغفورا لكم قد بدلت سيئاتكم حسنات. മറ്റൊരു ഹദീസിൽ സഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഇതുപോലെയുള്ള ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ വിളിച്ചു പറയപ്പെടുന്നുണ്ട്, ഒരു വിളിനാഥം വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന്. നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ, നിങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ്, പാപത്തിൽ നിന്ന് ശുദ്ധിയാക്കപ്പെട്ടവരായിട്ടാണ് നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് തിരിച്ചു പോകുന്നത്. وأنتم بين يديه تستغفرونه وتطلبون حوائجكم وتصلون على نبيه المصطفى محمد. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ഒരുമിച്ച് കൂടിയ ഉത്തമ ഒരു സഭയാണ്. وتتذكرون تعاليمه وهديه وإرشاداته على ألسن العلماء. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ പാഠങ്ങളും അധ്യാപനങ്ങളും
ഉലമാഇന്റെ നാവിലൂടെ നമ്മളിലേക്ക് തന്നത് നിങ്ങൾ ഓർത്തിരിക്കണം. وإن من فضل الله على أهل منطقة كيرلا في الهند أن أبقى فيهم العلماء أرباب السند المتصل إلى رسول الله صلى الله عليه وسلم على قدم أهل السنة والجماعة من الذين يجمعون ولا يفرقون ويؤلفون ولا ينفرون. ഈ പരിശുദ്ധമായ ഈ കേരളത്തിന്, ഇന്ത്യ രാജ്യത്തിലെ കേരള സംസ്ഥാനത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് നിങ്ങളെയൊക്കെ നയിക്കാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പരമ്പര മുട്ടുന്ന ഏറ്റവും വലിയ നിസ്വാർത്ഥരായ പണ്ഡിത സമൂഹം നിങ്ങളെ നയിക്കുന്നു എന്നത് നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്തായി നിങ്ങൾ കാണേണ്ടതുണ്ട്. فكثر بينكم العلماء وقامت بينكم هذه المدارس والمعاهد وهذه المجالس لذكر الله جل جلاله. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടിയും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയും സജ്ജീകരിക്കപ്പെട്ട സഭകളും സമ്മേളനങ്ങളും ഈ കേരളത്തിന്റെ മാറ്റു വർദ്ധിപ്പിച്ചിട്ടുണ്ട്. وكلها أسباب رضوان الله تعالى. ഇതെല്ലാം അല്ലാഹുവിന്റെ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒത്തുചേർന്ന സഹോദരങ്ങൾ എന്നതിന്റെ പേരിലുള്ള ഒരു കൂട്ടായ്മയാണ്. وأسباب دفع البلايا والآفات والرزايا والعاهات. ഈ സഭ കൊണ്ട് നമ്മൾക്ക് നേടാനുള്ളത് എല്ലാ കാലമുസീബത്തുകളെയും കാലക്കെടുതികളെയും മുഴുവൻ മാറാവ്യാധി രോഗങ്ങളെയും മുസീബാത്തുകളെയും നമ്മളിൽ നിന്ന് ഉച്ചാടനം ചെയ്യുക എന്നതാണ്. ونزول الرحمة وحصول الألطاف من الله تعالى في واقع الناس. ജനങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഇറങ്ങുന്ന നഫഹാത്തുകളും അവന്റെ ഭാഗത്തിൽ നിന്നുള്ള സന്തോഷങ്ങളും കാരുണ്യവും നമ്മെ പൊതിയുന്നു എന്നതാണ് ഈ സദസ്സിന്റെയൊക്കെ സന്തോഷങ്ങൾ. فما أعظم ما أنعم الله عليكم فاشكروه. നിങ്ങളുടെ മേലിൽ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തിന്റെ വലിപ്പം എത്രയാണ്, നിങ്ങൾ നന്ദിയുള്ളവരാകുവീൻ. وأنتم بهذا تودعون شهر شعبان المكرم بما مضى أكثره وبقي منه القليل. പരിശുദ്ധമായ മുഅല്ലമായ ആദരവുള്ള ശഅബാൻ നിങ്ങളിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇത് കെട്ടറ്റ് വീഴുകയാണ്. وكم فيه من نفحات الله ولو لم يكن إلا ليلة النصف من شعبان التي كان يتفرغ فيها للعبادة سيدنا علي بن أبي طالب تلميذ سيدنا رسول الله. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ മാസത്തിൽ ഏറ്റവും വലിയ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു. وأنتم بما تحصل لكم في شعبان أيضا تستقبلون شهر رمضان الشهر الذي هو سيد الشهور. നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്ന ആഗതമാകാനിരിക്കുന്ന പരിശുദ്ധമായ റമളാനിന് വേണ്ടി നിങ്ങൾ സജ്ജമാകേണ്ടതുണ്ട്. الموسم العظيم لأمة النبي العظيم. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സീസൺ കാലഘട്ടമാണിത്. تفرح به قلوب المؤمنين. മുഅ്മിനീങ്ങളുടെ ഖൽബുകൾ, അവരുടെ ഹൃദയങ്ങൾ സന്തോഷതത്തുലിതമാകുന്ന സമയമാണിത്. وتتروح أرواحهم. അവരുടെ അർവാഹുകൾ, അവരുടെ ആത്മാവുകൾ സന്തോഷിക്കുന്ന സമയമാണിത്. وتنشرح صدورهم. അവരുടെ ഹൃദയങ്ങൾ വികാസപ്പെടുന്ന സമയമാണത്. وتصفى صفحاتهم من جميع الذنوب. അവരുടെ ഏടുകളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ദോഷങ്ങളിൽ നിന്ന് അവരുടെ ഏടുകളെ തുടച്ചു മാറ്റുന്ന മാസമാണ് റമളാൻ. ومن أول ليلة تفتح أبواب الجنان فلا يغلق منها باب الشهر كله. ഈ പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രിയിൽ അടച്ചിടപ്പെട്ട നരകത്തിന്റെ കവാടം ഈ പരിശുദ്ധ റമളാൻ അവസാനിക്കുന്നത് വരെ പിന്നീട് തുറക്കുന്ന പ്രശ്നമില്ല. وتغلق أبواب النيران فلا يفتح منها باب الشهر كله. ഈ പരിശുദ്ധമായ റമളാനിൽ തുറന്നിടുന്ന സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അത് അടക്കുന്ന പ്രശ്നമില്ല. وينادي المنادي في كل ليلة من رمضان يا باغي الخير أقبل ويا باغي الشر أقصر. ഇതിന്റെ ഏത് രാത്രിയിലും അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന്, ഖൈറിനെ തേടുന്നവനെ നീ മുന്നിട്ട് വാ, ഷെറിനെ തേടുന്നവനെ നീ പിന്തിരിഞ്ഞു പോ എന്ന് ഓരോ സമയത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. من يستشعر الاستعداد لشهر رمضان من قبل رمضان من مثل هذه الليلة. ഇതുപോലെയുള്ള രാത്രികളിൽ ഈ വരുന്ന പരിശുദ്ധ റമളാനിനെ
അതിന് സ്വാഗതമോദാനും അതിനുവേണ്ടി സജ്ജമാകാനും നിലനിൽക്കേണ്ടതുണ്ട്. وينوي أن يقوم بحقوق رمضان وإحسان الصيام والقيام. വല്ലൊരുത്തനും ഈ പരിശുദ്ധമായ റമദാനിന്റെ അന്തസ്സിനെയും അതിലെ പരിശുദ്ധമായ റമദാനിലെ നോമ്പിനെയും അനുഷ്ഠിക്കുകയും ഇതിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുകയും ചെയ്താൽ فهو ممن يبغي الخير. അവൻ ഖൈറിന്റെ മേലിൽ തന്നെ അവശേഷിച്ചു കൊണ്ടിരിക്കും. ولكن المسلم الغافل الذي يأتي آخر شعبان وهو لا يستشعر قرب رمضان ولا يستعد له وهو مقاطع لأحد من أرحامه فهو ممن لا يبغي الخير. ഈ പരിശുദ്ധമായ ഷഅബാനിന്റെ അവസാന ഭാഗത്ത് ഇതൊന്നും മനസ്സിലേക്ക് കയറ്റാതെ, അങ്ങനെ പരിശുദ്ധമായ ഒരു റമദാൻ വരാനുണ്ട് എന്ന ചിന്ത മനസ്സിലേക്ക് കയറ്റാതെ ഈ നിർഭാഗ്യരായ പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. أو كان موذيا لأحد من جيرانه ولا يرفع نفسه عن هذا الذنب. തൻ്റെ സഹോദരങ്ങളോട്, തൻ്റെ അയൽവാസികളോടുള്ള കടപ്പാടുകളിൽ നിന്ന്, അവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് പോലും ഒഴിഞ്ഞു നിൽക്കാതെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളിൽ തന്നെ വ്യാപൃതരാകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. لو كان عاقا لأب أو أم والعياذ بالله تعالى ولم يستعد بالخروج من هذا الذنب الكبير. തന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയെയും കഷ്ടത സഹിച്ചു പറ്റിയ ഉപ്പയെയും പോലും വേദനിപ്പിക്കുന്നവർ ഈ പ്രക്രിയയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ അവൻ ഏറ്റവും വലിയ തെറ്റിന്റെ ഭാരം ചുമന്നിരിക്കുന്നു. أو كان متناولا للمسكرات والمخدرات ولا يرفع نفسه من هذا الحضيض. ഇതുപോലെയുള്ള സുന്ദരമായ സന്തോഷത്തിന്റെ ദിവസങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്ന്, മദ്യം ഉപയോഗിക്കുന്നതിൽ നിന്ന് തന്റെ ശരീരത്തെ ഇനിയും പിടിച്ചു കെട്ടാത്തവർ എത്രയാണ്. كل هؤلاء يخشى عليهم أن يكونوا ممن لا يبغون الخير بل ممن يبغون الشر والعياذ بالله. ഇതുപോലെയുള്ള സന്തോഷങ്ങളെ ഏറ്റുവാങ്ങി ജീവിതത്തിന് തിരുത്തു നൽകാത്തവൻ അവൻ ജീവിതത്തിൽ ഇനി നന്മ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അവനെ കാത്തു നിൽക്കുന്നത്. فلا يكن في بيتك أحد من هؤلاء. ഈ കൂട്ടരിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളുടെ വീട്ടിലും അങ്ങനെ ഒരു സംഭവം ബാക്കിയായി പോകരുത്. وأحسن الاستعداد لاستقبال رمضان. റമദാനിനെ ഏറ്റുവാങ്ങാൻ, അതിനെ സ്വീകരിക്കാൻ നിങ്ങളെല്ലാം ഏറ്റവും നന്നായി സജ്ജമാകേണ്ടതുണ്ട്. فإن نبي الله صلى الله عليه وسلم يقول إن الله يكتب أجره ونوافله قبل أن يدخله ويكتب شقاءه وإصره قبل أن يدخله. ഈ പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നതിന്റെ മുമ്പ് അവനിക്ക് എഴുതപ്പെട്ടിരുന്ന കൂലിയുടെ ഏറ്റവും വലിയ ഫർളിന്റെ 70 ഇരട്ടി കൂലി അവനിക്ക് ഈ പരിശുദ്ധ റമദാൻ കടന്നു വന്നാൽ നൽകുകയാണ്. وذلك أن المؤمن يعد فيه العدة للنفقة لعبادة الله تعالى. അതിന് കാരണം പരിശുദ്ധമായ മുഅ്മിനായ മനുഷ്യൻ ഈ പരിശുദ്ധമായ മാസത്തിൽ ഇബാദത്തിന് വേണ്ടി എല്ലാം സജ്ജമായി നിൽക്കുന്നു എന്നതാണ്. وأن المنافق يعد العدة لتتبع عورات المسلمين. മുസ്ലിമീങ്ങളുടെ അയ്ബുകളും അവരുടെ പോരായ്മകളും തപ്പിത്തെറിഞ്ഞുകൊണ്ട് അത് വിളംബരം ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി കപട വിശ്വാസികൾ ഒരുങ്ങുന്ന സമയമാണിത്. فنسأل رب رمضان أن ينظر إلى أهل هذا الجمع وأهل بيوتهم. ഈ പരിശുദ്ധമായ റമദാനിന്റെ റബ്ബായ അല്ലാഹുവേ, ഈ കുടുംബത്തിലും ഈ ജനങ്ങളിലും ഇവരുടെ വീടുകളിലും നിന്റെ ഏറ്റവും വലിയ അഴീനു റഹ്മത്ത് കൊണ്ടുള്ള ويجعلهم جميعا ممن استعد لرمضان ومن بغاة الخير في رمضان. ഇവരെല്ലാവരെയും പരിശുദ്ധമായ റമദാനിന് സജ്ജമാകുന്ന ഏറ്റവും വലിയ സംശുദ്ധരായ അടിമകളായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ولو تعلم أمتي ما في رمضان لتمنت أن تكون السنة كلها رمضان. പരിശുദ്ധമായ റമദാനിന്റെ പവിത്രതയെങ്ങാനും മനുഷ്യൻ അറിഞ്ഞാൽ കൊല്ലം മുഴുവനും 12 മാസവും റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കും. وإن هذه الأحاسيس والمشاعر هي التي تفرق بين المؤمن والكافر. കാഫിറിന്റെയും മുഅ്മിനിന്റെയും ഇടയിൽ വ്യത്യാസപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാലഘട്ടമാണിത്. وتهيئ المؤمن لأن يكون النافع في هذا الوجود للقريب والبعيد. ഈ മുഅ്മിനായ മനുഷ്യൻ അവൻ ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വരും എല്ലാവരിലേക്കും.
അകന്നവനിലേക്കും അടുത്തവനിലേക്കുമൊക്കെ. وإن لله في كل ليلة من رمضان 600,000 عتيق من النار وفي رواية 1000 عتيق من النار أي مليون. ഈ പരിശുദ്ധമായ റമദാനിൽ ലക്ഷക്കണക്കായ മില്യൺ കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പരിശുദ്ധമായ ഹദീസിൽ വന്നിട്ടുണ്ട്. فإذا كان آخر ليلة أعتق مثل ما أعتق من أول الشهر إلى آخره. അവസാനം വരുമ്പോൾ അവസാനത്തെ നാളുകളിൽ ആദ്യത്തെ നാളുകളിലെല്ലാം ഇത്ഖ് ചൊല്ലിയ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച അവരുടെ എണ്ണം കണ്ട് ലാസ്റ്റ് വരുമ്പോൾ ഓരോ ദിവസങ്ങളിലും അത്ര കൂടുതൽ മോചിപ്പിച്ചു കൊണ്ടിരിക്കും. وغفر لجميع المسلمين إلا هؤلاء الأربعة والعياذ بالله. 4 വിഭാഗം ആളുകൾക്കല്ലാതെ എല്ലാവർക്കും ആ നാളുകളിൽ പുറത്തു കൊടുക്കും. العاق لوالديه. ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ, والقاطع لأرحامه. ചാർച്ചബന്ധം കുടുംബബന്ധം മുറിച്ചവർ, وشارب الخمر والمسكرات. ലഹരി വസ്തുക്കളെയും മദ്യത്തിനെയും ഉപയോഗിച്ചവർ, ومن بينه وبين إخوانه المسلمين شحنة وعداوة. അവന്റെയും മുസ്ലിമായ അവന്റെ സുഹൃത്തുക്കളുടെയും ഇടയിൽ ശത്രുതയും പകയുമുള്ളവർ. وويل لمن أدرك رمضان فلم يغفر له. ഏറ്റവും വലിയ നാശം റമദാൻ വന്നണയുകയും അവന്റെ ദോഷം പൊറുപ്പിക്കാതെ തിരിച്ചു പോവുകയും ചെയ്തവർക്കാണ് ഏറ്റവും വലിയ നാശം. إن لم يغفر له فيه فمتى يكون الغفران. ഈ മാസത്തിൽ മാപ്പ് നൽകിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അവനിക്ക് മാപ്പ് കിട്ടുക? أيها المجتمعون على هذا الخير. ഈ പരിശുദ്ധമായ സഭയിൽ ഒത്തുചേർന്ന സംഘമേ, ومعكم واردون من قبائل شتى وبلاد شتى. വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്ന വിവിധ ലീഡേഴ്സുകൾ, വിവിധ ആലിമീങ്ങളും പ്രമുഖരും നമ്മളോടൊപ്പമുണ്ട്. جمعكم بهم الإيمان بالله سبحانه وتعالى. നമ്മെ ഒന്നിച്ചൊരുമിച്ച് കൂട്ടിയത് ഒരേ മാനദണ്ഡമാണ്, അത് പരിശുദ്ധമായ ഈമാനാണ്. وبرسوله سيدنا محمد. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തും والإيمان بالدار الآخرة. നാളെ പരലോകത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും. والأمانة التي عمت الجميع في وجوب نصرة الله ورسوله. നമ്മളെ അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു അമാനത്തുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് എല്ലാവരെയും പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. والتحابب في الله سبحانه وتعالى. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുക എന്നതാണ്. وكلها منن كبيرة من المنان العظيم. ഏറ്റവും വലിയ അല്ലാമായ മന്നാനായ അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള ഏറ്റവും വലിയ സമ്മാനമാണിത്. فاحرص على أن يكون حظك من المجلس كبير. നിങ്ങൾ ഈ പരിശുദ്ധമായ ഏറ്റവും വലിയ സദസ്സിൽ അതിനൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. وأن يكون حظك وفير. നിങ്ങളുടെ ഏറ്റവും വലിയ ഹല്ല്, നിങ്ങളുടെ ഭാഗ്യം അത് സമ്പന്നമായിരിക്കേണ്ടതുണ്ട്. من التطهير للقلب والتنوير. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സംശീകരിച്ചും ഹൃദയത്തെ സ്ഫുടം ചെയ്തും നിങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ومن العزم الصادق على اتباع البشير النذير السراج المنير. സിറാജുൽ മുനീറായ, ബഷീറായ, നദീറായ, സന്തോഷവാർത്തറിയിച്ച് താക്കീത് ചെയ്ത് കത്തിജ്വലിക്കുന്ന വിളക്കായ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ നിങ്ങൾ ഇവിടെ പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. انصره في نفسك وفي أهلك وأولادك وفي محيطك وكل ما تقدر عليه. നീ നിന്നെയും നിന്നിയുമായി ബന്ധപ്പെട്ട ആശ്രിതരെയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ സഹായിക്കേണ്ടതുണ്ട്. وخذ نصيبك الوافر بما يطلع الرحمن على ما في قلبك وأنت في هذا المجلس حاضر. നീ ഈ മജ്‌ലിസിലിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഹൃദയ സാന്നിധ്യത്തോടെ ജഗനിയന്താവായ അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള വരദാനങ്ങൾ വരിഞ്ഞൊഴുകുന്നൊരു സഭയാണെന്ന നിലക്ക് ഈ സഭയിൽ നീ സന്നിഹിതനാകേണ്ടതുണ്ട്. أتم الله عليكم النعمة وأمتع بعلمائكم وصلحائكم. നിങ്ങളുടെ മേലിൽ അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത് അപാരമാണ്. നിങ്ങളെ നയിക്കാൻ പരിശുദ്ധരായ പണ്ഡിതരുണ്ട്, സാത്വികരായ നേതാക്കളുണ്ട്, ഉമറാക്കളുണ്ട്. നിങ്ങൾ എത്ര സമ്പന്നരാണ്. كالشيخ أبي بكر بن أحمد والسيد إبراهيم خليل البخاري وإخوانه ورئيس العلماء ومشايخهم وتلامذتهم. നിങ്ങളുടെ മുമ്പിൽ നിന്ന് നയിക്കാൻ സുൽത്താനുൽ ഉലമയുണ്ട്, ബദറുസ് സാദാത്തുണ്ട്, റഈസുൽ ഉലമയുണ്ട്. നിങ്ങൾ എന്തിനെ പേടിക്കണം? أمتعكم الله بهم في صلاح وفلاح.
അവർ നിങ്ങളുടെ രക്ഷയിലും നിങ്ങളുടെ വിജയത്തിലും അവർ നിതാന്ത ജാഗ്രതയിലാണ്. وأجر الله لكم على أيديهم الخيور الكثيرة وعلى أيديكم في منطقتكم وجميع النواح. നിങ്ങളുടെ ഈ സംസ്ഥാനത്തും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലും ലോകത്തെമ്പാടും അവരുടെ കൈകളിലൂടെ സന്തോഷങ്ങൾ വരിഞ്ഞൊഴുകുമെന്നത് തീർച്ചയാണ്. وصرف كل واحد منا من هذا المجمع بالقبول التام الحسن. ഈ പരിശുദ്ധമായ സദസ്സ് എന്തായാലും അല്ലാഹു തആല സ്വീകരിക്കും, അവന്റെ തിരുനോട്ടം ഉണ്ടാകും എന്നത് തീർച്ചയാണ്. يا عالم ما ظهر وما بطن. ഈ എല്ലാ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും അറിയുന്ന അല്ലാഹുവേ, ها نحن بين يديك. ഞങ്ങൾ നിന്റെ മുമ്പിലാണ്. والحال لا يخفى عليك. ഞങ്ങളുടെ അവസ്ഥ നിനക്ക് തിരിയാതെ പോകുന്നില്ല. فانظر إلينا يا رحمن. ഞങ്ങളിലേക്ക് നിന്റെ തിരുനോട്ടം ഉണ്ടാകണേ റഹ്മാൻ. وأكرمنا يا منان. ഞങ്ങളെ നീ ആദരിക്കണേ യാ മന്നാന. وأصلح لنا كل شان. ഞങ്ങളുടെ മുഴുവൻ വിഷയങ്ങളും ഞങ്ങൾക്ക് നീ നന്നാക്കി തരണേ. وبارك لنا في خاتمة شعبان. ശഅബാനിന്റെ ഖിദ്മ ചെയ്ത് ഇതിൽ നന്മകൾ ചെയ്യുന്നവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. وبلغنا رمضان جميعا. റമളാൻ എത്തിക്കണേ അല്ലാഹ്. واجعلنا من خواص أهله. അവന്റെ ഏറ്റവും വലിയ من خواص من يقومه إيمانا واحتسابا ويقبل عندك ويصومه إيمانا واحتسابا ويقبل عندك. نرفع أيدينا إليك يا من بيده الأمر كله، يا من إليه يرجع الأمر كله. انظر إلى الحاضرين نظرة ربانية، نظرة رحمانية، نظرة إحسانية، نظرة قدوسية، نظرة إلهية تصلح بها شؤوننا الظاهرة والخفية. يا ربنا انظر إلينا، يا ربنا أقبل بوجهك علينا. يا الله لا تصرفنا إلا بالسعادة والفوز والحيازة للخيرات وعظيم البركات وارتقاء علي الدرجات. بلغ السيد إبراهيم خليل البخاري ما يرجو وفوق ما يرجو. وبارك في هذه المعادن وهذه المراكز وهذه المدارس بركات واسعات كبيرة. وسر بنا وإياهم في خير سيرة. وانظر إلى المؤمنين في كيرلا والهند وفي آسيا وفي الحرمين الشريفين وفي اليمن وفي الشام وفي العراق وفي المغرب وفي مصر وفي جميع بقاع الأرض. نظرة تزيل العنا عنا وتدني المنى منا وكل الهنا نعطاه في كل حين. يا أرحم الراحمين انظر إلينا، يا أرحم الراحمين أصلح شأننا، يا أرحم الراحمين شيد بالتقوى بنياننا، يا أرحم الراحمين أصلح إسرارنا وإعلاننا، يا أرحم الراحمين أصلح الأمور واشرح الصدور وادفع الشرور وزدنا من فضلك ما أنت أهله يا عزيز يا غفور. بوجاهة بدر البدور وآل بيته وصحابته والأنبياء والمرسلين والملائكة المقربين وعبادك الصالحين وبقرآنك وكتبك المنزلة وبأسمائك وبصفاتك وبذاتك يا علي يا عظيم يا غني يا واحد يا سخي يا جواد يعطي ولا يبالي يا مولى الموالي يا أكرم الأكرمين وأرحم الراحمين. نور القلوب واغفر الذنوب واكشف الكروب وأصلح الشان كله واختم لنا بلا إله إلا الله. واجعل آخر كلام كل واحد منا من حياته الدنيا لا إله إلا الله، لا إله إلا الله. واحشره يوم القيامة في زمرة خواص المتحققين بلا إله إلا الله. لا إله إلا الله. وأذب كل منا في الدنيا قبل الموت قبل الموت ذوق حقائق لا إله إلا الله. محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم. اقبلنا يا كريم وارحمنا يا رحيم وهب لنا عطاءك الجسيم بحبيبك العظيم. والحمد لله رب العالمين.